ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ഷോർട്ട് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ്, ലായനികൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും. എന്നാലും ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ദിവസം കുടിക്കുന്ന ചായ ഒരു സൊല്യൂഷനാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ചായയിൽ വെള്ളമുണ്ട്, അതേപോലെ തന്നെ പഞ്ചസാര, ദെൻ ടീ പൗഡർ, 3 ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? അതൊരു സൊല്യൂഷനാണ്. അതേപോലെ തന്നെ നമ്മുടെ സർബത്ത്, നമ്മളിപ്പോൾ സോഡ സർബത്ത് കുടിക്കില്ലേ? അപ്പം എന്ത് സംഭവിക്കുക? സോഡ സർബത്തിൽ സോഡ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമ്മുടെ എസൻസ് ഉണ്ടാവും അല്ലെ? സർബത്തിന്റെ എസൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സംഭവമാണ് എന്ത്? സോഡ സർബത്ത്. അതുപോലെ തന്നെ ചായ, കാപ്പി, ഇതൊക്കെ എന്തിൽ പെടും? ഈ പറഞ്ഞ സൊല്യൂഷൻസിൽ പെടും. അപ്പൊ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ശ്രദ്ധിച്ച് പഠിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സെറ്റ്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മുടെ ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് ഷുഗർ എന്താണ്? സൊല്യൂട്ടാണെന്ന് പറയുന്നത്. മലയാളത്തിൽ എന്ത് പറയും? ലീനം എന്ന് പറയുന്നുണ്ട്. അതേപോലെ വാട്ടർ എന്ന് പറയുന്ന പേര് എന്താണ്? സോൾവെന്റ് എന്ന് പറയും, ലായകം എന്ന് പറയും. അപ്പോൾ സൊല്യൂഷനിൽ വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് എന്ത്? ഒന്ന് സൊല്യൂട്ടും, രണ്ടാമത്തെ സോൾവെന്റും. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സൊല്യൂഷന്റെ കേസ് പറയുകയാണെങ്കിൽ ആരാണ് സൊല്യൂട്ട്? ഷുഗർ ആണ് എന്ത്? സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറയുന്നത്. സോൾവെന്റ് ആരാണ്? വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര ലായനിയുടെ കാര്യമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നമ്മുടെ കോഫിയാണ് കേട്ടോ, കാപ്പി. അപ്പൊ കാപ്പിയുടെ കേസിൽ നോക്കിയടാ, കോഫി പൗഡർ, അതേപോലെ ഷുഗർ, ഇതിനെ നമ്മൾ എന്ത് പറയും? സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറയും. അതായത് നമ്മുടെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ആണെന്ത്? ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട്. അതേസമയം മിൽക്ക് ആണെന്ത്? സോൾവെന്റ്. ഇവര് പാലിലാണ് കാപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് മിൽക്ക് എന്ത് വന്നത്? സോൾവെന്റ് വന്നത്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, നമ്മളെല്ലാവരും കുടിക്കുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ. നെക്സ്റ്റ് ആണ് നമ്മുടെ നാരങ്ങ, ലെമണൈറ്റ്. എന്താണ്? നാരങ്ങ വെള്ളം അല്ലെ? നോക്കിയാൽ അത് ലെമൺ ആൻഡ് ഷുഗർ എന്താണ്? സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനത്തിൽ പെടും. വാട്ടർ ആണെന്ത്? സോൾവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം നമ്മൾ 2-3 സൊല്യൂഷൻസ് പറഞ്ഞു അല്ലെ? ഏതൊക്കെയാണ്? കാപ്പി, അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ നാരങ്ങ വെള്ളം, പിന്നെ എന്തായിരുന്നു? ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര വെള്ളം അല്ലെ? അപ്പോൾ ഇതിലെല്ലാത്തിലും കോമൺ ആയി വന്നൊരു കാര്യമാണ് എന്ത്? സൊല്യൂട്ട്, സോൾവെന്റ് എന്താണെന്നുള്ളത് അല്ലെ? അപ്പോൾ നമുക്ക് പഠിക്കാൻ പോകുന്ന കാര്യം, ആദ്യം പഠിക്കേണ്ടത് ഈ പറഞ്ഞ സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സൊല്യൂട്ടും സോൾവെന്റും തിരിച്ചറിഞ്ഞ് പഠിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ കേസിൽ പഞ്ചസാര ലായനിയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ സൊല്യൂട്ട് ആരാന്ന് പറഞ്ഞേ? നമ്മുടെ ഷുഗർ ആണെന്ന് പറഞ്ഞ്. അതേപോലെ വാട്ടർ ആണെന്ത്? സോൾവെന്റ് പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ ഇവർ തമ്മിൽ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. ഈ പഞ്ചസാര എന്ന് പറയുന്ന ആള് വെള്ളത്തിന്റെ അളവിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. 1 സ്പൂൺ പഞ്ചസാര ഇട്ടിരിക്കും, 1 സ്പൂൺ പഞ്ചസാര, ഷുഗർ ഇട്ടിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം, ഏകദേശം പകുതി ഗ്ലാസ് വെള്ളം ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുതലാണ്, അതേപോലെ നമ്മുടെ പഞ്ചസാര അളവ് എന്താണ്? കുറച്ച് കുറവാണ്. അതേപോലെ അത് രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിലും നോക്കിയാൽ 1 ഗ്ലാസ് പാലുണ്ട്, 1 ഗ്ലാസ് പാല് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് പഞ്ചസാര, കുറച്ച് കാപ്പിപ്പൊടി, അതല്ല ഇട്ടത്. 1 സ്പൂൺ കോഫി പൗഡറും ചിലപ്പോൾ 1-2 സ്പൂൺ എന്തിട്ടുണ്ടാവും? ഷുഗർ ഇട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കാപ്പി കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഈ പറഞ്ഞ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൊല്യൂഷനിൽ അളവ് കുറവ് ഏതാണോ, ക്വാണ്ടിറ്റി കുറവ് ഏതാണോ, അതിനെയാണ് എന്ത് പറയുക? സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനത്തിന്റെ ഡെഫിനിഷൻ പഠിക്കാം. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പ്രസന്റ് ഇൻ സ്മോൾ എമൗണ്ട് ഇൻ ദ സൊല്യൂഷൻ ഈസ് നോൺ ആസ് ദ സൊല്യൂട്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ അളവ് കുറവ് ഏതാണോ അതിനെയാണ് എന്ത് വിളിക്കുക? സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഷുഗർ സൊല്യൂഷൻ പറഞ്ഞില്ലേ, പഞ്ചസാര ലായനി. അതിൽ പഞ്ചസാരയാണ് അളവ് കുറവ്, വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുതലാണ് അല്ലേ? അതേപോലെ തന്നെ കോഫിയുടെ കേസിൽ എന്താ? കോഫി പൗഡറും ഷുഗർ എന്താണ്? അളവ് കുറച്ചേ ഉണ്ടാവുള്ളൂ, പാല് എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറയുമ്പോൾ എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പ്രസന്റ് ഇൻ സ്മോൾ എമൗണ്ട് ഇൻ ദ സൊല്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് ദ സൊല്യൂട്ട്. ഒരു ലായനിയിൽ സാധാരണയായി കുറഞ്ഞ അളവിലുള്ള ഘടകം എന്തെന്നറിയപ്പെടുന്നു? ലീനം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് സൊല്യൂട്ട് എന്ന് കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സോൾവെന്റ് എന്താണെന്ന് പറഞ്ഞൂടെ? എന്താണ് സോൾവെന്റ് എന്ന് നോക്കിയാൽ, ലായകം അഥവാ സോൾവെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പ്രസന്റ് ഇൻ ലാർജർ എമൗണ്ട്. അളവ് കൂടുതൽ ഏതാണോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സോൾവെന്റ് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ അളവ് ഏതാണോ കൂടുതൽ
അതിനെ വിളിക്കുന്ന പേരാണ് സോൾവെന്റ്. ഓക്കെ, പഠിച്ചു വെച്ചോട്ടാ. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പ്രസന്റ് ഇൻ ലാർജർ എമൗണ്ട് ഇൻ ദ സൊല്യൂഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദ സോൾവെന്റ്. ലായനിയിൽ കൂടിയ അളവിലുള്ള ഘടകം ഏതാണോ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സോൾവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ കയ്യിൽ 3 എക്സാമ്പിൾ പറഞ്ഞതിൽ 3 നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ? ആ സൊല്യൂഷനിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലായി? സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട്. സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ അളവ് കുറവ് ഏതാണോ അതാണ് സൊല്യൂട്ട്. അതേസമയം സോൾവെന്റ് എന്ന് പറഞ്ഞാലോ നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ ഏതാണോ ക്വാണ്ടിറ്റി കൂടുതൽ, അളവ് കൂടുതൽ ഏതാണോ അതാണ് എന്ത്? സോൾവെന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ നമുക്കൊന്ന് നോക്കിയാൽ എന്താണെന്നുള്ളത്. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ ഉണ്ട്? സോൾവെന്റ് ഉണ്ടായിരിക്കും, സൊല്യൂട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ സോൾവെന്റും സൊല്യൂട്ടും കൂടി ചേരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അതായത് ലായകവും ലീനവും ചേരുമ്പോൾ എന്തുണ്ടാവും? ലായനി ഉണ്ടാകുന്നു. കണ്ട, ഇവിടുത്തെ കേസിൽ ഇതാണ് നമ്മുടെ സോൾവെന്റ്. വാട്ടർ ആയിക്കോട്ടെ, വാട്ടറാണ് ഇവിടുത്തെ സോൾവെന്റ്. നമ്മുടെ സൊല്യൂട്ടായിട്ട് ഏതോ ഒരു കെമിക്കൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവർ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. കണ്ടോ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. എന്താണ്? സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട് ഗീവ്സ് സൊല്യൂഷൻ. ലായകം പ്ലസ് ലീനം എന്താണ്? ലായനിയായി മാറുന്നു. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്ക് പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ സൊല്യൂട്ടിൻ്റെയും സോൾവെന്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. എന്താണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ അളവ് കുറവ് ഏതാണോ അതാണ് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീൻ എന്ന് പറഞ്ഞു. പക്ഷേ എല്ലായ്പ്പോഴും അത് ശരിയാവണമെന്നില്ല. അത് ഒരാളുടെ കേസിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, എന്താണ് സസ്പെൻസ് എന്നല്ലേ? വേറെ ഒന്നും ഉണ്ടല്ലോ. ഞാനത് ഒരു എക്സാമ്പിൾ പറഞ്ഞു. വേറെ ഒന്നല്ല, നമ്മുടെ മമ്മൂട്ടി അതേപോലെ മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന സിനിമയിൽ ആരായിരിക്കും നായകൻ? ചോദിക്കേണ്ട ആവശ്യമില്ല. മമ്മൂട്ടിയോ മോഹൻലാലോ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അവരായിരിക്കും നായകൻ. മോഹൻലാലിന്റെ സിനിമയിൽ മോഹൻലാലാണ് നായകൻ, മമ്മൂട്ടിയുടെ പടത്തിൽ മമ്മൂട്ടിയായിരിക്കും നായകൻ. ഇവിടെ ഞാൻ ഈ പറഞ്ഞതിന് എന്താണ് പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ സൊല്യൂഷനിൽ, നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ വാട്ടർ ഉണ്ടെങ്കിൽ, വെള്ളം എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ വെള്ളം ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വെള്ളം എന്ന് പറയുന്ന ആളായിരിക്കും എപ്പോഴും എന്ത് വരാ? സോൾവെന്റ് ആവുക. അതായത് ലായകം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വെള്ളം ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ വാട്ടർ ഉണ്ടെന്ന് കരുതാം. അപ്പൊ ക്വാണ്ടിറ്റി നോക്കേണ്ട ആവശ്യമില്ല. അളവ് കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമായിരിക്കും എന്ത് വരാ? സോൾവെന്റ് വരാം, അതായത് ലായകമാവുന്നത്. ഓക്കെ ആണോ? അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതാ നോക്കിക്കോ. ഇൻ അക്വസ് സൊല്യൂഷൻ, അതായത് ജലീയ ലായനിക വെള്ളമുള്ള സൊല്യൂഷൻ. ഇൻ അക്വസ് സൊല്യൂഷൻ വാട്ടർ ഈസ് ഓൾവേസ് ദ സോൾവെന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് എമൗണ്ട്. മനസ്സിലായല്ലോ പറഞ്ഞ കാര്യം? നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ അക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ, ദാറ്റ് മീൻസ് വാട്ടർ ഉള്ള സൊല്യൂഷൻ ആണെങ്കിൽ അളവിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വാട്ടർ ആയിരിക്കും എന്ത്? സോൾവെന്റ്. ഓക്കെ, ജലീയ ലായനികൾ ഏത് അളവിലായാലും ജലം തന്നെയാണ് എന്ത്? ലായകം വരാം. ഓക്കെ ആണോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ സൊല്യൂഷനിൽ പഠിക്കാനുള്ള വേറൊരു സംഭവം എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൊല്യൂട്ട് പ്ലസ് എന്താണ്? സോൾവെന്റ് ഗീവ്സ് സൊല്യൂഷൻ അല്ലേ? അതായത് ലീനം പ്ലസ് ലായകം ആണ് എന്ത്? ലായനി എന്ന് പറയുന്നത്. നമുക്കിതിൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാം. അതായത് ഭൗതിക അവസ്ഥ ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മുടെ ഈ സൊല്യൂട്ടിൻ്റെയും അതേപോലെ സോൾവെന്റിൻ്റെയും സൊല്യൂഷൻ്റെ ഒക്കെ ഈ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സോൾവെന്റ് ഇപ്പോൾ സോളിഡ് ആണെന്ന് കരുതാം. നമ്മുടെ കയ്യിലുള്ള സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ സൊല്യൂഷനും എന്തായിരിക്കും വരിക? സോളിഡ് ആയിരിക്കും, സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും വരിക. അതേപോലെ നമ്മുടെ കയ്യിലുള്ള സോൾവെന്റ് അതായത് ലായകം ലിക്വിഡ് ആണെന്ന് കരുതുക, ദ്രാവകമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനും എന്തായിരിക്കും വരിക? ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ള സോൾവെന്റ് ഗ്യാസ് ആണെന്ന് കരുതുക, വാതകം. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷനും എന്തായിരിക്കും വരിക? ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സോൾവെന്റിന്റെ സ്റ്റേറ്റ് ഏതാണോ, ലായകത്തിന്റെ അവസ്ഥ എന്താണോ അത് തന്നെയായിരിക്കും സൊല്യൂഷൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്, ലായനിയുടെയും ഭൗതികാവസ്ഥ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ, പഠിച്ചു വെച്ചോ. നോട്ട് ചെയ്ത് വെച്ചോ. നോക്കിയാൽ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സോൾവെന്റ് ആൻഡ് ദ സൊല്യൂഷൻ ആർ ദ സെയിം. മിക്കവാറും ലായനികളിൽ ലായകത്തിന്റെ ഭൗതികാവസ്ഥയും തന്നെയായിരിക്കും ആരുടെയും അവസ്ഥ? ലായനിയുടെയും അവസ്ഥ. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ സൊല്യൂഷൻ്റെ കേസ് നമ്മൾ 2 കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ എന്തൊക്കെയാണ്? ഒന്ന്,
വാട്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ സൊല്യൂഷനിൽ വാട്ടർ ഉണ്ടെങ്കിൽ വാട്ടർ ആയിരിക്കും എന്ത് വരാം, സോൾവെന്റ് വരാം. അതേപോലെ തന്നെ സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണോ അത് തന്നെയായിരിക്കും മിക്കതും സൊല്യൂഷന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്. ലായകത്തിന്റെ അവസ്ഥ ഖരമാണോ ദ്രാവകമാണോ വാതകമാണോ നോക്കാം, അതായിരിക്കും ആരുടെയും അവസ്ഥ വരാം, ലായനിയുടെയും അവസ്ഥ വരാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് അറിയോ, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, ലായനിയുടെ ഗാഢത. ഇത് പറയാനായിട്ട് നമുക്ക് പരിചയമുള്ള സംഭവം തന്നെ തുടങ്ങാം. വേറൊന്നല്ല, നമ്മൾ ചായ ഏകദേശം എല്ലാവരും കുടിക്കുന്നുണ്ടാവും അല്ലേ. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ചായ കുടിക്കുന്നുണ്ടാവില്ല, എന്നാലും ഞാൻ കുടിക്കാറുണ്ട് ചായ അല്ലേ. അപ്പോൾ ചായ കുടിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചിലപ്പോൾ പറയാറുണ്ട് കടുപ്പത്തിലൊരു ചായ, കടുപ്പം കുറഞ്ഞ ചായ കേട്ടിട്ടുണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ 2 ഗ്ലാസ്സിലും ചായ ഉണ്ടെന്ന് കരുതാം, തൽക്കാലം ചായ ഉണ്ടെന്ന് കരുതിക്കോ. ഒരേപോലത്തെ ഗ്ലാസ്സാണ് കേട്ടോ, വരയ്ക്കുമ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും, ശ്രദ്ധിക്കുക. രണ്ടും ഒരേപോലത്തെ ഗ്ലാസ്സാണ്, രണ്ടിലും എന്തുണ്ട്, ചായ ഉണ്ട്. ഈ ഫസ്റ്റ് ഗ്ലാസ്സിൽ ഞാൻ 2 സ്പൂൺ ടീ പൗഡർ ഇട്ടുണ്ടായിരുന്നു, 2 സ്പൂൺ ചായല. ഇതിൽ 4 സ്പൂൺ ചായ ഇട്ടുണ്ട് രണ്ടാമത്തേൽ. അപ്പോൾ ഒന്നാമത്തേൽ 2 സ്പൂൺ ഉള്ളൂ, രണ്ടാമത്തേൽ 4 സ്പൂൺ എന്തുണ്ട്, ടീ പൗഡർ ഉണ്ട്, തേയിലുണ്ട്. ഇതിൽ കടുപ്പം കൂടുതൽ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം അറിയാം, ഇതായിരിക്കും അല്ലേ. രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് എന്ത് വരാം, കടുപ്പം കൂടുതൽ വരാം. കടുപ്പം കുറവായിരിക്കും ഫസ്റ്റിൽ, ഒന്നാമത്തേൽ. കാരണം എന്തുകൊണ്ടാണ്, 2 സ്പൂൺ ഉള്ളൂ. അപ്പോൾ തേയിലയുടെ അളവ് കൂടുമ്പോൾ, ടീ പൗഡറിൻ്റെ അളവ് കൂടുമ്പോൾ കടുപ്പം കൂടുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഞാൻ 6 സ്പൂൺ ഇടാൻ കരുതും, 6 സ്പൂൺ ടീ പൗഡർ ഇട്ടു, അപ്പോൾ ഒന്നും കൂടി കടുപ്പം കൂടി അല്ലേ. അപ്പോൾ ഈ കടുപ്പം എന്ന് പറയുന്ന സംഭവം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഈ പറഞ്ഞ തേയിലയുടെ അളവിനെ, ടീ പൗഡറിൻ്റെ അളവിനെ. ഈ കടുപ്പത്തിനെ നമ്മൾ കെമിസ്ട്രിയിൽ പറയുന്ന പേരാണെന്ത്, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്ന് പറയാം. അപ്പോൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്ലാസ്സുകളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ, നമുക്കറിയാം രണ്ടാമത്തേലാണ് അല്ലേ. എന്തുകൊണ്ടാണ്, രണ്ടാമത്തേലാണ് ഈ പറഞ്ഞ തേയിലയുടെ അല്ലെങ്കിൽ ടീ പൗഡറിൻ്റെ അളവ് കൂടുതൽ. ഇത് നമുക്ക് സൊല്യൂഷനായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ടീ പൗഡർ ആയിരിക്കും എന്ത്, നമ്മുടെ ഈ കേസിൽ ടീ പൗഡർ ആണ് എന്ത്, നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്ന ആൾ. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ചായയിൽ ടീ പൗഡർ എന്താണ്, സൊല്യൂട്ടാണ് അല്ലെങ്കിൽ ലീനമാണ് അല്ലേ, സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനമാണ്. അപ്പോൾ ഒന്നിനും രണ്ടിനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ടാമത്തേൽ എന്ത് കൂടുതൽ, കടുപ്പം കൂടുതൽ, അതായത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കൂടുതൽ. അത് എപ്പോഴാണ് കൂടിയ, ഈ പറഞ്ഞ ടീ പൗഡറിൻ്റെ അളവ് കൂടിയപ്പോഴല്ലേ. ടീ പൗഡറിനെ ഞാൻ വേറൊരു വാക്ക് പറഞ്ഞു, എന്താണ്, സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറഞ്ഞു. സൊല്യൂട്ട് എന്താണോ അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്, കോൺസെൻട്രേഷൻ കൂടുന്നുണ്ടെന്ന് മനസ്സിലായി. അതായത് ഇവിടെ 2 സ്പൂൺ സൊല്യൂട്ട് ഉള്ളൂ, രണ്ടാമത്തേൽ 4 സ്പൂൺ ഉണ്ട് അല്ലേ. അപ്പം 4 സ്പൂൺ ടീ പൗഡറുള്ള ചായക്കാണ് എന്ത് കൂടുതൽ, കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പം നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ഈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്ന് പറയുന്ന ആൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് മനസ്സിലായി, സൊല്യൂട്ടിനെ, ലീനത്തിനെ ആശ്രയിക്കുന്നു. അതായത് സൊല്യൂട്ടിൻ്റെ അളവ് കൂടുന്തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കും, കോൺസെൻട്രേഷൻ കൂടും. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ, ലായനിയുടെ ഗാഢത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, ഈ പറഞ്ഞ സൊല്യൂട്ടിൻ്റെ അളവിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ എന്ത് പറയാം, അത് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൊല്യൂഷനാണെന്ന് പറയാം. അതേപോലെ നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷനാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ എന്നുള്ളത് ഡെഫിനിഷൻ നോക്കാം നമുക്ക്. അതിനേക്കാൾ മുമ്പായിട്ട് ഒരു ഡെഫിനിഷൻ കാണാൻ നോക്കിയോ, ശ്രദ്ധിച്ചോ. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, ലായനിയുടെ ഗാഢത നോക്കിയടാ. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. അതായത് ഒരു നിശ്ചിത അളവ് ലായകത്തിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണെന്ത്, ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം. ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് 1-2 എക്സാമ്പിൾസും കൂടി കണ്ടു നോക്കാം. എന്താ നോക്കിയാൽ, ഇതാ ഇവിടെ നോക്കിയാൽ 2 ഗ്ലാസ് ഉണ്ട്. നമുക്കറിയാൻ പറ്റും ഇതിൽ ഏതാ കോൺസെൻട്രേഷൻ കൂടുതൽ, രണ്ടാമത്തേൽ. ഇതിലായിരിക്കും എന്ത് വരാം, കോൺസെൻട്രേഷൻ കൂടുതൽ അല്ലേ. എന്തുകൊണ്ടാണ്, അതിൽ കുറച്ച് കടുപ്പം കൂടുതലാണ് അല്ലേ, ഗാഢത കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കാം, ഇതിൽ കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടാവും. ഓക്കെ, പഠിച്ചു വയ്ക്കാം. അതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ നോക്കിക്കോ. കണ്ടോ, 1 2 3 3 ബീക്കർ ഉണ്ട്. ആ 3 ബീക്കറിൽ വെച്ചിട്ട് ഏതിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ, ഇതിലാണ് വരുന്നത് കോൺസെൻട്രേഷൻ കൂടുതൽ. എന്തുകൊണ്ടായിരിക്കാം,
അതിലാണ് കൂടുതൽ സൊല്യൂട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ സൊല്യൂട്ടിന്റെ അളവാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് നിശ്ചയിക്കുന്നത്? കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്താണെന്ന് നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക എന്താണെന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, ഇതാ ഇപ്പം നോക്കിയാൽ 2 ഗ്ലാസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഒന്നാമത്തെ ഗ്ലാസ്, ഇത് രണ്ടാമത്തെ ഗ്ലാസ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏതിലാണ് കോൺസെൻട്രേഷൻ കൂടുതലെന്ന്. ഏതിലാണ്? ഒന്നിലായിരിക്കും അല്ലേ? ഒന്നിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ, രണ്ടാമത്തേൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കുറവായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം? ഇതിൽ മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ടായിരിക്കും, ഇതിലോ ലെസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉള്ളൂ, കുറച്ച് സൊല്യൂട്ട് കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലേ? ഇങ്ങനെ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലുള്ളത്, അതായത് കൂടുതൽ കോൺസെൻട്രേഷനുള്ള ഈ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ഗാഢ ലായനി എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, ഗാഢ ലായനി. ഇതിനെ പറയുന്ന പേരാണെന്ത്? ഗാഢ ലായനി. അതിൻ്റെ അർത്ഥം എന്താണ്? മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ടായിരിക്കും. കൂടുതൽ സൊല്യൂട്ട് ഉള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണെന്ത്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഗാഢ ലായനി എന്ന് പറയും. അതേസമയം രണ്ടാമത്തെ ഗ്ലാസ്സിൽ എന്താണ് പ്രത്യേകത? സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണ്. അതിനെ വിളിക്കുന്ന പേര് ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയും. ഡൈല്യൂട്ട് സൊല്യൂഷൻ, മലയാളത്തിൽ പറയും നേർത്ത ലായനി. അപ്പോൾ എന്താണ് നേർത്ത ലായനി എന്ന് പറഞ്ഞാൽ? സൊല്യൂട്ടിൻ്റെ അളവ് കുറവുള്ളത്, കോൺസെൻട്രേഷൻ കുറവുള്ളതിനെ പറയുന്ന പേരാണെന്ത്? ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ ആണോ? ദെൻ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കാം കേട്ടോ. ഓക്കെ, ആസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് എ സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് നോൺ ആസ് ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനിയാണ്. ആസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, അളവ് കുറവായിരിക്കും കേട്ടോ. ഓക്കെയാണ് പറഞ്ഞ കാര്യം. ദെൻ നെക്സ്റ്റ് നോക്കിയോ, രണ്ടാമത് നോക്കിക്കോ. ദാ വന്നു. A solution which contains large amount of solute is known as concentrated solution. Solution which contains large amount of solute. ഇതിൽ പഠിക്കേണ്ടത് ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. അതായത് ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ എന്ത് പറയാം? ഗാഢലായനി അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പോൾ ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത്? ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്താണെന്നുള്ളതും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളതും പഠിക്കണം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. അടുത്തത് എന്താണെന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നുള്ളതാണ്. അതായത് ശ്രദ്ധിച്ചിരുന്നോളൂ, ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എടുത്തു, ഇതിലേക്ക് ഞാൻ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്, വാട്ടർ എടുത്തു. ഓക്കെ, ഞാൻ അതിലേക്ക് ഇങ്ങനെ സൊല്യൂട്ട് ഇടുന്നുണ്ട്. സൊല്യൂട്ട് നമുക്ക് വേണമെങ്കിൽ സോൾട്ട് ഇടാം, ഉപ്പിട്ടു. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ സോൾട്ട് ഇട്ടു, 1 സ്പൂൺ സോൾട്ട്. ഓക്കെ, സോൾട്ട് ഇട്ടു, ഇളക്കി, എന്ത് സംഭവിച്ചു? ഡിസോൾവ് ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സോൾട്ട് സൊല്യൂഷൻ കിട്ടി, ഉപ്പിൻ്റെ ലായനി കിട്ടി അല്ലേ? ഞാൻ ഇതിലേക്ക് 2ാമത്തെ സ്പൂൺ സോൾട്ട് ഇട്ടു, ഇളക്കി, അപ്പോൾ എന്ത് സംഭവിച്ചു? ആ സോൾട്ടും ഡിസോൾവ് ആയി. 3ാമത്തെ സ്പൂൺ സോൾട്ട് ഇട്ടു, എന്താണ്? ഡിസോൾവ് ചെയ്യാൻ ശ്രമിച്ചു, ഡിസോൾവ് ആയി. 4ാമത്തെ സ്പൂൺ സോൾട്ട് ഇട്ട സമയത്ത് ഞാൻ കുറേ നേരം ട്രൈ ചെയ്തു ഇതിനെ ഡിസോൾവ് ആക്കാൻ, ലയിപ്പിക്കാനായിട്ട്. എത്ര ശ്രമിച്ചിട്ടും ഇതിൽ കുറച്ച് സോൾട്ട് ഇങ്ങനെ ബാക്കി കിടക്കുകയാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? കുറച്ച് സോൾട്ട് ഇങ്ങനെ ബാക്കി കിടക്കുന്നുണ്ട്. ഞാൻ കുറേ നേരം ഇളക്കി നോക്കി, സ്പൂണിട്ട് ഇളക്കി നോക്കി, അങ്ങനെ കുത്തി കുലുക്കി നോക്കി, എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? ഡിസോൾവ് ആകുന്നില്ല. അപ്പോൾ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കയ്യിലുള്ള സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഡിസോൾവ് ആകാമോ അത്രയും സൊല്യൂട്ട് ഡിസോൾവ് ആയി കഴിഞ്ഞു. അതായത് നമ്മുടെ കയ്യിലുള്ള ലായനിയിൽ എത്രത്തോളം ലീനം ലയിക്കാൻ പറ്റുമോ അത്രത്തോളം ലീനം ലയിച്ചു ചേർന്നു. ഇനി ഇതിൽ ലയിക്കാൻ പറ്റുന്നില്ല, ഇനി സൊല്യൂട്ട് എത്ര ആഡ് ചെയ്താലും ഡിസോൾവ് ആകില്ല. മാക്സിമം സൊല്യൂട്ട് ഡിസോൾവ് ആയി. അങ്ങനെ മാക്സിമം സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം, പൂരിത ലായനി. നോക്കിയാൽ ദ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിങ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, അതിനെയാണ് എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. ഒരു ചെറിയ കണ്ടീഷൻ കൂടിയുണ്ട്, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. എന്താണെന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ്സിൽ ഇപ്പോൾ സൊല്യൂട്ട് ഡിസോൾവ് ആണ് കിടക്കുന്നുണ്ട്. ഞാനിതിനെ ചെറുതായി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഡിസോൾവ് ആകാതെ കിടക്കുന്ന ഈ സൊല്യൂട്ട് ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ആ സൊല്യൂട്ട് ഡിസോൾവ് ആയി പോകും. ടെമ്പറേച്ചർ മാറുമ്പോൾ ഡിസോൾവ് ചെയ്യുന്നത് വ്യത്യാസപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്ത് പറഞ്ഞത്? വിത്തൗട്ട് എനി ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് ഈ
പ്രവർത്തനം ചെയ്തത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചാൽ ദ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിങ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതിനാണ് എന്ത് പറയുക, സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ പൂരിത സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് എന്ത്, പൂരിത ലായനി എന്ന് പറയുന്നത്. ഓക്കെ ആണ് പറഞ്ഞ കാര്യം, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അങ്ങനെയാണ് നമുക്ക് അടുത്തേക്ക് പോകാം. അത് വേറെ ഒന്നല്ല, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസ്സിൽ 4 സ്പൂൺ സോൾട്ട് ഇട്ടപ്പോഴാണ് സംഭവിച്ചത്, കുറച്ച് സോൾട്ട് ലയിക്കാണ്ട് കിടന്നത് അല്ലേ, കുറച്ച് സൊല്യൂട്ട് ഡിസോൾവ് ആകാണ്ട് കിടന്നത്. ഇതിന് ഞാൻ 3 സ്പൂൺ സോൾട്ടാണ് ഇട്ടെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഫുള്ളായി ഡിസോൾവ് ആയിട്ടുണ്ടല്ലോ. അങ്ങനെ 3 സ്പൂൺ സോൾട്ട് ഡിസോൾവ് ആയി കിടക്കുന്ന ഈ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്തായിരിക്കാം, ഇനിയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂട്ടിനെ ചേർക്കാം. അതായത് സാച്ചുറേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ സാച്ചുറേഷൻ ആവുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് എന്ത് പറയുന്നത്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദ സൊല്യൂഷൻ ബിഫോർ റീച്ചിങ് സാച്ചുറേഷൻ ഈസ് നോൺ ആസ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അപൂരിത ലായനി എന്ന് വിളിക്കുന്നു. ദ സൊല്യൂഷൻ ബിഫോർ റീച്ചിങ് സാച്ചുറേഷൻ ഈസ് നോൺ ആസ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞ കേസിൽ 3 സ്പൂൺ സോൾട്ട് ഇട്ട സമയത്തുള്ള അവസ്ഥ, അതിൻ്റെ അർത്ഥം എന്താണ്, ഇനിയും വേണമെങ്കിൽ സോൾട്ട് ഇടാം, വേണമെങ്കിൽ ലയിക്കാം. ആ ഒരു സിറ്റുവേഷൻ, സാച്ചുറേഷൻ ആയിട്ടില്ല. അതാണ് എന്ത്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണം കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തേക്ക് പോവാം. നോക്കിയാൽ എക്സാമ്പിൾ നോക്കിക്കോട്ടാ. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 2 ബീക്കറാണ്. ആ ബീക്കറിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഒന്നാമത്തേൽ സൊല്യൂഷനിൽ ഒന്നും തന്നെ കാണുന്നില്ല അല്ലേ, സൊല്യൂട്ട് എന്തെങ്കിലും ബാക്കി കാണുന്നുണ്ടോ, ഇല്ല. രണ്ടാമത്തെ സൊല്യൂഷനിൽ സംഭവിക്കുന്നുണ്ട്, ചെറുതായിട്ട് സൊല്യൂട്ട് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്ത്, ഈ രണ്ടാമത്തെ സൊല്യൂഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുക, പൂരിത ലായനി. എന്തുകൊണ്ടാണ്, മാക്സിമം സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ഏതിൽ, രണ്ടാമത്തേൽ. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ കേട്ടോ, ഇത് ഒന്നാമത്തെ. അപ്പോൾ രണ്ടാമത്തേലും സംഭവിക്കുന്നുണ്ട്, കുറച്ച് സൊല്യൂട്ട് ഡിസോൾവ് ആകാതെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്ത് പറയാം, അതുകൊണ്ട് രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനി എന്ന് പറയാം. അതേസമയം ഒന്നാമത്തേലാണെങ്കിലോ കണ്ട, ഇവിടെ അടിയിലൊന്നും കിടക്കുന്നില്ല. ദാറ്റ് മീൻസ് വി ക്യാൻ ആഡ് മോർ സൊല്യൂട്ട്. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ലീനത്തിനെ ചേർക്കാം. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അൺസാച്ചുറേറ്റഡ് എന്ന് പറയും, അപൂരിത ലായനി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് പഠിക്കാനുള്ള എന്താണെന്നുണ്ടെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അപൂരിത ലായനി. അതായത് ഇപ്പോൾ നമ്മുടെ ഈ സൊല്യൂഷനിൽ കണ്ട കുറച്ച് സോൾട്ടിന് ഡിസോൾവ് ആണ്ട് കിടക്കുന്നില്ലേ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ സൊല്യൂഷനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യണമെന്ന് കരുതാം, ഒന്ന് ചൂടാക്കണമെന്ന് കരുതാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ഈ ഡിസോൾവ് ആകാതെ കിടക്കുന്ന ഈ സോൾട്ട് കൂടി എന്താവും, ഡിസോൾവ് ആവും. അതായത് ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുമ്പോൾ ഡിസോൾവ് ആകുന്ന സൊല്യൂട്ടിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം, അതിൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആയി, ഇനി ഡിസോൾവ് ആകാനില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ആ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൽ ലയിക്കാണ്ട് കിടക്കുന്ന, ഡിസോൾവ് ആകാണ്ട് കിടക്കുന്ന ഈ ചെറിയ സൊല്യൂട്ടിനും കൂടി എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യിപ്പിക്കും. ഓക്കെ, ലയിക്കാണ്ട് കിടക്കുന്ന, ഡിസോൾവ് ആകാതെ കിടക്കുന്ന സൊല്യൂട്ടിനെ കൂടി നമ്മൾ എന്ത് ചെയ്തു, ചൂടാക്കിയിട്ട് ഹീറ്റ് സപ്ലൈ ചെയ്തിട്ട് ലയിപ്പിക്കും, ഡിസോൾവ് ആക്കും. അങ്ങനെ ഹീറ്റ് ആക്കിയതിന് ശേഷം മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അതിനേക്കാളും കൂടുതൽ ലയിപ്പിക്കുന്നു, അതായത് ഹീറ്റ് ചെയ്ത് ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ ദാറ്റ് ഈസ് റിക്വയർഡ് ടു സാച്ചുറേറ്റ് ഇറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, പൂരിത ലായനി എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആയത്. ഓക്കെ, ആ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ കുറച്ച് അടിയിൽ ലയിക്കാണ്ട് കിടക്കുന്നുണ്ടാവില്ലേ, കുറച്ച് ഡിസോൾവ് ആകാതെ കിടക്കുന്നില്ലേ, നമ്മൾ എന്ത് ചെയ്തു, അതിനെ ചൂടാക്കിയിട്ട് ഡിസോൾവ് ആക്കും. അപ്പോൾ എന്താണ്, സാച്ചുറേഷൻ ആകാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ആക്കി. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ വിളിക്കുന്ന പേരാണെന്ത്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. ദ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് more amount of solute than that is required to saturate it is known as super saturated solution. പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനി എന്ന് വിളിക്കുന്നു, അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. ദെൻ
നോക്കിക്കോ, ഒരു കമ്പാരിസൺ നോക്കിക്കോ കേട്ടോ. നമ്മുടെ കയ്യിൽ 3 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ് എന്ന് പറയുന്നത് അർത്ഥം വീണ്ടും നമുക്ക് സൊല്യൂഷൻ ആഡ് ചെയ്യാം, വീണ്ടും അത് ഡിസോൾവ് ആകാൻ സാധ്യതയുണ്ട്. കണ്ടോ, വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും. ഇതിലൊന്നും തന്നെ റിമൈനിങ്സ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. കണ്ടോ, എന്തെങ്കിലും കിടക്കുന്നുണ്ടോ? ഒന്നും കിടക്കുന്നില്ല. അപ്പോൾ എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അതിനെ പറയുന്നതാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അപൂരിത ലായനി. രണ്ടാമത്തെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നോക്കിയേ, കണ്ടോ, കുറച്ച് സോൾട്ട് അടിയിൽ കിടക്കുന്നത് കണ്ടോ, അതായത് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആയി. ഇനി എന്താണ്, എന്ത് ചെയ്താലും എന്ത് ചെയ്യുന്നില്ല, ഡിസോൾവ് ആകുന്നില്ല, അതാണ് ബാക്കി കിടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സൊല്യൂഷനാണ് എന്ത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. നോ മോർ സൊല്യൂട്ട് ഡിസോൾവ്സ്, ഇനി ലീനം ലയിക്കില്ല. എങ്ങനെയാണെങ്കിൽ മാത്രം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ കേട്ടോ, ആ കണ്ടീഷനും കൂടി ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എന്ന് കരുതാം. ചൂടാക്കുമ്പോൾ സംഭവിക്കും, ഈ ലയിക്കാണ്ട് കിടക്കുന്ന, ഡിസോൾവ് ആകാതെ കിടക്കുന്ന ഈ സൊല്യൂട്ടും കൂടി ഡിസോൾവ് ആവും. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുക, അതിപൂരിത ലായനി. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലാക്കണം കേട്ടോ. ഇനി ഇതിൽ ഒരു സെൻറ്റൻസ് കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ട് അതിൻ്റെ അളവാണ് കോൺസെൻട്രേഷൻ എന്ന് പറയാം. സൊല്യൂട്ടിൻ്റെ അളവ് കൂടുമ്പോൾ കോൺസെൻട്രേഷൻ കൂടി എന്നർത്ഥം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഈ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ഇതിലാണെങ്കിൽ എന്തായിരിക്കും, സൊല്യൂട്ടിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും. രണ്ടാമത്തേൽ സൊല്യൂട്ടിൻ്റെ അളവ് ഒരുപാട് കൂടുതലുണ്ട്. മൂന്നാമത്തേൽ അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് എങ്ങനെയാണ് കൂടുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുംതോറും, അത് 1ൽ നിന്ന് 2ലേക്ക് പോകുന്തോറും സൊല്യൂട്ടിൻ്റെ അളവ് കൂടും. ദാറ്റ് മീൻസ് 1ൽ നിന്ന് 2ലേക്ക് പോകുന്തോറും എന്ത് കൂടുന്നുണ്ട്, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കൂടുന്നുണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത് കണ്ട, ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ, ഗാഢത കൂടുന്നു. എവിടെ നിന്ന്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് സാച്ചുറേറ്റഡിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, കോൺസെൻട്രേഷൻ കൂടി, ഗാഢത കൂടി. അതേപോലെ തന്നെ സാച്ചുറേറ്റഡിൽ നിന്ന് സൂപ്പർ സാച്ചുറേറ്റഡ്, പൂരിത ലായനിയിൽ നിന്ന് അതിപൂരിത ലായനിലേക്ക് വരുമ്പോൾ സംഭവിക്കും, ഒന്നും കൂടി കോൺസെൻട്രേഷൻ കൂടും. അതാണ് കൊടുത്തിരിക്കുന്നത് അവിടെ, ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ. ശരിക്കും മനസ്സിലാക്കി വെക്കുക കേട്ടോ അത്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അതിൻ്റെ പേരാണ് സോളുബിലിറ്റി എന്ന് പറയും, ലേയത്വം. നോക്കിയാൽ സോളുബിലിറ്റി ഓഫ് ദ സൊല്യൂട്ട് ഇൻ എ സോൾവെന്റ്, ലീനത്തിൻ്റെ ലായകത്തിലുള്ള ലേയത്വം. അതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തൽക്കാലം ഞാൻ കുറച്ച് അളവൊക്കെ പറയുകയാണ് കേട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സോൾവെൻ്റ് ഉണ്ട്. സോൾവെൻ്റ് നമുക്കറിയാം, വാട്ടറാണ് എടുത്ത്, ഞാൻ വാട്ടർ എടുത്തു. ഞാൻ തൽക്കാലം അതിൻ്റെ അളവ് പറയുകയാണ്, ഇത് 100 ഗ്രാം ഉണ്ടെന്ന് പറയാം. എൻ്റെ കയ്യിൽ 100 ഗ്രാം വാട്ടർ ഉണ്ട്. വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സോൾവെൻ്റ് ആയിരിക്കും, ലായകമായിരിക്കും അല്ലേ. അപ്പോൾ 100 ഗ്രാം സോൾവെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാനതിലേക്ക് ജസ്റ്റ് ചുമ്മാ പറയണതാണ് കേട്ടോ, 5 ഗ്രാം സോൾട്ട് ഇട്ടു. 5 ഗ്രാം സോൾട്ട് ഇട്ടു, ഇളക്കി. അപ്പം സംഭവിച്ചു, ഡിസോൾവ് ആയി. നമുക്ക് എന്ത് കിട്ടി, സോൾട്ട് സൊല്യൂഷൻ കിട്ടി. ഞാൻ ഇതിൻ്റെ കൂടെ വീണ്ടും ഒരു 5 ഗ്രാം കൂട്ടി, അപ്പോൾ ഒരു 10 ഗ്രാം ആക്കി ഇട്ടു. 10 ഗ്രാം ഇട്ടെന്ന് കരുതാം, 10 ഗ്രാം സോൾട്ട് ഇട്ടു, ഇളക്കി. അപ്പം സംഭവിച്ചു, ഡിസോൾവ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സൊല്യൂഷൻ കിട്ടി. എന്ത്, സോൾട്ട് സൊല്യൂഷൻ. അതെന്താണ്, അൺസാച്ചുറേറ്റഡ് ആണ്. കാരണം എന്തുകൊണ്ടാണ്, വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ 10 ഗ്രാം സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ 10 ഗ്രാം എന്നുള്ളത് ചുമ്മാ ഒരു നമ്പർ പറയുന്നതാണ് കേട്ടോ. ഞാൻ അതെന്ത് ചെയ്തു, ഇതിൻ്റെ കൂടെ 1 ഗ്രാം കൂടി കൂട്ടി. അതായത് ടോട്ടൽ 11 ഗ്രാം ആയിപ്പോൾ 1 ഗ്രാം കൂടി കൂട്ടി ഇതിലേക്ക് ഇട്ടു. എന്തിലേക്ക് ഇട്ടു, നമ്മുടെ സോൾവെന്റിലേക്ക് ഇട്ടു, ഇളക്കി. അപ്പം സംഭവിച്ചു എന്നറിയോ, ഇതിൽ കുറച്ച് സോൾട്ട് ഡിസോൾവ് ആകാതെ കിടന്നു. അപ്പം നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ കയ്യിലുള്ള ഈ സൊല്യൂഷൻ എന്താണ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. ശരിയല്ലേ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുള്ളതാണ് എന്ത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇപ്പം എന്താ ചെയ്തേ, ഞാൻ 11 ഗ്രാം സോൾട്ട് ഇട്ടപ്പോൾ കുറച്ച് സോൾട്ടിൽ റിമൈനിങ് വന്നു, ബാക്കി വന്നു അല്ലേ, ഡിസോൾവ് ആകാതെ കിടന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എൻ്റെ കയ്യിലുള്ള സൊല്യൂഷൻ എന്തായിട്ട് മാറി, സാച്ചുറേറ്റഡ് സൊല്യൂഷനായി മാറി. ഓക്കെ, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കാം. ഞാനിവിടെ 100 ഗ്രാം സോൾവെൻ്റാണ് എടുത്തത് അല്ലേ. ഈ 100 ഗ്രാം സോൾവെൻറ്റിനെ സാച്ചുറേറ്റഡ് സൊല്യൂഷനാക്കി മാറ്റാൻ, പൂരിത ലായനിയാക്കി മാറ്റാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്, 11 ഗ്രാം സോൾട്ടാണ് ചേർത്തത് അല്ലേ. 11 ഗ്രാം സോൾട്ട് ആഡ് ചെയ്ത് ഡിസോൾവ് ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചത്, എൻ്റെ കയ്യിലുള്ള 100 ഗ്രാം സോൾവെൻറ്റ് സാച്ചുറേറ്റഡ് സൊല്യൂഷനായിട്ട് മാറിയത് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 100 ഗ്രാം സോൾവെൻറ്റിനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, പൂരിത ലായനിയാക്കാൻ വേണ്ടി എത്ര അളവിൽ സൊല്യൂട്ട് ചേർക്കണം എന്നതിൻ്റെ അളവിനെ പറയുന്ന പേരാണ് എന്ത്, സൊളുബിലിറ്റി എന്ന് പറയുന്നത്.
ശ്രദ്ധിച്ചിരുന്നോ? സെന്റൻസ് നോക്കിയാൽ ദ എമൗണ്ട് ഓഫ് എ സൊല്യൂട്ട് ഇൻ ഗ്രാംസ് റിക്വയർഡ് ടു കൺവേർട്ട് 100 gram of a solvent into a saturated solution. 100 gram സോൾവെൻറ്റിനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി മാറ്റാൻ വേണ്ടി എത്ര ഗ്രാം സൊല്യൂട്ട് ചേർത്തു എന്നുള്ളതാണ് എന്ത് സോളുബിലിറ്റി അല്ലെങ്കിൽ ലായത്വം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള 100 ഗ്രാം ലായകത്തെ പൂരിത ലായനിയാക്കാൻ വേണ്ടി എത്രമാത്രം ലീനം ചേർത്തു എന്നതാണ് എന്ത് ലായത്വം അല്ലെങ്കിൽ സോളുബിലിറ്റി. ഇവിടെയും കണ്ടീഷൻ ഉണ്ടെന്നാണ് അറ്റ് എ ഗീവൺ ടെമ്പറേച്ചർ. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം അറിയാം അല്ലേ? എന്തുകൊണ്ടാണ്? ചൂടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഡിസോൾവ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഗീവൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ ആണ് പറഞ്ഞ കാര്യം. അപ്പോൾ സോളുബിലിറ്റി എന്ന് പറയുന്ന സംഭവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ നമ്മൾ ഈ പറഞ്ഞ സോളുബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്, അതായത് ലീനത്തിൻ്റെ സ്വഭാവം. രണ്ടാമത്തത് ടെമ്പറേച്ചർ. ഈ 2 കാര്യങ്ങളുമാണ് നമ്മുടെ സോളുബിലിറ്റിനെ അല്ലെങ്കിൽ ലായത്വത്തിനെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ. ഇത് എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷൻ നോക്കി എന്താണെന്നുള്ളത്, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ സോളുബിലിറ്റി ഇൻക്രീസസ്. അതായത് താപനില കൂടുമ്പോൾ സംഭവിക്കും ലായത്വം കൂടുന്നു. നിങ്ങൾക്കറിയാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ ഇളക്കിയതിന് ശേഷം ഡിസോൾവ് ആണ് കിടക്കുന്ന കുറച്ച് സൊല്യൂട്ട് നമ്മൾ എന്ത് ചെയ്തു, ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ സംഭവിക്കും ഡിസോൾവ് ആയി പോവില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചായ വെക്കുന്ന സമയത്ത് നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ടെന്ന് സംഭവിക്കുക, പഞ്ചസാര പെട്ടെന്ന് ഡിസോൾവ് ആവും, ഷുഗർ പെട്ടെന്ന് ഡിസോൾവ് ആവും. എന്തുകൊണ്ടാണ്? അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ് കേട്ടോ. അപ്പോൾ മക്കളെ, ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഒക്കെയാണ് പറഞ്ഞത്. നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് പഠിക്കുക കേട്ടോ. എക്സാമിന് എന്തായാലും ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.